നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ. അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വക്കീലിന് അറിയോ? ഇങ്ങനെ നമ്മൾ തെർമൽ ബാത്തിൽ പോകാൻ പോവുകയാണ്. എല്ലാരും ഈ തണുപ്പത്ത് കൊടും തണുപ്പത്ത് തുണിയില്ലാതെ അണ്ടർവെയർ മാത്രം എടുത്ത് ഷർട്ട് മാത്രം ഇട്ടിട്ട് വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോവാണ്. എന്നാലും 10 ദിവസം എന്റെ ടീനെ വിട്ട് പോണോന്ന് ആലോചിക്കുമ്പോ അയ്യോ കരയല്ല ചെറുച്ചായ, എന്റെ ചെറുച്ചായ. ഇങ്ങനെ ഇവിടെ തുണിയില്ലാതാണല്ലോ എല്ലാരും മാറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അന്നേ തോന്നിയതാ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ഫുൾ ചൂട്. എന്റെ ദൈവമേ, ഇത് കണ്ടില്ല നോക്ക്. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ സ്ഥിരമായിട്ട് മൂത്രമൊഴിക്കുന്ന സ്ഥലമാണ്. സൾഫേറ്റ്, കാൽഷ്യം, മഗ്നീഷ്യം, പിന്നെ വേറെ കുറെ മിനറൽസ് ഒക്കെ ഉള്ള ഒരു മിനറൽ ബാത്ത് വാട്ടറാണ്. യൂറിയയും നാടൻ സ്പിരിറ്റും സമം ചേർത്തതിന്റെ സ്വാദ് കയറുമായിരിക്കും. ചെറിയ രീതിയിൽ നമുക്ക് ചൊറിയും ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും. പിന്നെ മസാജ്, അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. വേണ്ട വെച്ചമ്മി വേണ്ട, അതിന് കിടന്ന് കളിച്ചാലേ തീക്കളിയാകും. ഷംജിദായി പറഞ്ഞു, ഷംജിദായി വരുന്നു എന്നാ പിന്നെ ഒരുമിച്ച് വരാമെന്ന് കരുതി. മിസ് ചെയ്തില്ലല്ലോ, അടിപൊളിയല്ലേ? അതാണ് പുതിയൊരു കള്ളനെ കൂടി ഇറക്കുമതി ചെയ്തിരിക്കുകയാണല്ലേ. ഇവിടെ വരാൻ നിങ്ങൾ നാണമൊന്നും വിചാരിക്കണ്ട, ഒരു നാണം വിചാരിക്കണ്ട. മനുഷ്യന്മാരായാലും ഇത്തിരി സദാചാര ബോധമൊക്കെ വേണ്ടേ? ഇതിനകത്തും ആൾക്കാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോണ്ട് പിടിച്ചു സദാചാരം സദാചാരം. നമ്മള് ജപ്പാനിൽ പോയപ്പോ എന്താ, സഞ്ജുഭായി ഇവിടെ തുണിയെങ്കിലും ഉണ്ട്, ജപ്പാനിൽ പോയാൽ തുണി കൊടുക്കാൻ പാടില്ല. കുറച്ചൊക്കെ സംസ്കാരം വേണോടാ. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. ഇതും വേറെ ലെവൽ. ഇത് ഇൻഡോർ സോന. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഫോട്ടോഗ്രാഫർ ഇവൻ വന്ന് പെരിയ ഫോട്ടോഗ്രാഫർ, ரொம்ப ടാലന്റഡ്. ഇവൻ വന്ന് സ്പെഷ്യലിസ്റ്റ് പണിത്. അങ്ങനെ ഞങ്ങള് ഇതിനകത്ത് വന്ന് ഇറങ്ങി. ഞങ്ങള് കുറെ നേരമായിട്ട് ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് കോഴിതിരൊന്നും കാണിക്കരുത്, വില കളയരുത്. നോക്കിക്കോ, അവിടെ മാനം മര്യാദക്കൊക്കെ നോക്കണം, അത് തുറിച്ചു നോക്കരുത്. വെറും മാന്യനല്ല, ലോകമാന്യനാണ്. ലോകമാന്യത്തിലൊക്കെ നോക്കുന്ന എല്ലാരും നോക്കും, മനുഷ്യരാണ് അല്ലേ? എല്ലാരും നോക്കാം, പക്ഷെ തുറിച്ചു നോക്കാൻ പാടില്ല. ഹലോ, ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവർ ആക്കരുത്. ആ വെള്ളത്തില് ആ രണ്ട് ബാത്ത്, ഒരു ബാത്ത് ടബിൽ 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാം. അതിനകത്ത് നമുക്ക് ബിയർ കുടിച്ചോണ്ട് ഇരിക്കാൻ കുറച്ച് നേരം. അതാണ് ബിയർ സ്പാ. അത് ശരി, ഞാൻ കരുതി നീ എന്തോന്ന് കരുതി. ഞാൻ വിചാരിച്ചു ബിയറിനകത്ത് കുളിക്കുന്ന ഇല്ല, ഞാൻ വെറുതെ കരുതി. ഈ വെള്ളത്തിൽ കിടന്ന് അർമാദിക്കാനായിട്ട് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സെറ്റപ്പുകൾ ഇവിടെയുണ്ട്. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? ഇവിടെ എല്ലാവർക്കും അസൂയയാ. എന്റെ ഈ അകമ്പടി ഉണ്ടല്ലോ, അത് ഇവിടെ ആർക്കും കണ്ടിട്ട് അത്ര സഹിക്കണില്ല. ഇതുപോലൊരെണ്ണം ഞാൻ വിട്ടിട്ടുണ്ട്. അതിന്റെ മേളിലായി മുണ്ടുകൊടുത്തിരിക്കുന്നു. മുണ്ടില്ലേ പറ, ഒരെണ്ണം ഞാൻ തരാം. വഴി തെറ്റി, നമ്മളെതിരെയാ വന്നത്. ഒരുപാട് ഇടപെടികളുള്ള നാട്ടിൽ ആർക്കായാലും വഴിതെറ്റും അല്ലേളയാ. സംഭവം പൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പറഞ്ഞ നിങ്ങൾ ഇവിടെ ഹംഗറിയിൽ വരികയാണെങ്കിൽ പ്ലീസ് ഡു ട്രൈ ദിസ് പ്ലേസ്. ദിസ് ഈസ് റിയലി എ നൈസ് പ്ലേസ്. മതി ഗോപാലകൃഷ്ണ, മതി, പുറപ്പെട്. തെറിക്കും പറഞ്ഞ വയറ് നിറച്ചും കിട്ടി, നല്ല പൊളിച്ച തെറി. നിനക്ക് പിന്നെ ഇടയ്ക്ക് കിട്ടുന്നോണ്ട് വലിയ പുതുമയൊന്നുമില്ലല്ലോ.